നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര മന്ത്രിസഭയിൽ ബി.ജെ.പി. സഖ്യകക്ഷികൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുത്തിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട മുന്നണി സംവിധാനത്തെ താങ്ങി നിർത്തുന്നത് ഐക്യജനതാദളും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള TDPയുമാണ്. ഇവർക്ക് പലതരത്തിലുള്ള അപമാനവും നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബീഹാറിൽ മാത്രമല്ല, ആന്ധ്രയിലും ബി.ജെ.പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നായിഡുവിന് വളരെ വ്യക്തമായി അറിയാം. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ ശക്തമായി എതിർത്തിരുന്ന കാലഘട്ടമുണ്ട്. നരേന്ദ്രമോദി നായിഡുവിനെ ബല്ലാൽ ദേവനാണ് എന്ന് വിളിച്ച കാലഘട്ടമുണ്ട്. 2019 നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലായിരുന്നു പൊരിഞ്ഞ വാക്പോര് നടന്നിരുന്നത്. അതൊന്നും നായിഡു മറന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സഖ്യം അനിവാര്യമാണ് എന്ന് നായിഡുവിനോട് പറഞ്ഞിരുന്നത് പോലും പവൻ കല്യാണാണ്. എന്നാൽ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. ബീഹാറിൽ മന്ത്രിസഭ വീഴും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം ഐക്യജനതാദൾ നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നത് കൊണ്ട് തന്നെയാണ്. ഐക്യജനതാദൾ നിതീഷിൻ്റെ കാലത്തോടെ പരിപൂർണമായി അവസാനിക്കും എന്ന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നത് ശരത് യാദവാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതൊരു ശാപവാക്ക് പോലെ ഇപ്പോൾ JDUവിൽ പതിച്ചിരിക്കുകയാണ്. തേജസ്വി പറഞ്ഞത് നിതീഷ് കുമാർ തന്നെയും തൻ്റെ പാർട്ടിക്കാരെയും അഴിമതിക്കാർ എന്ന് വിളിച്ചു. ഇപ്പോൾ BJPയുമായി സഖ്യം ചേരുന്നു. സ്വന്തം പാർട്ടിയിലുള്ളവർ അഴിമതിക്കാരല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അവരെല്ലാം പല കോണുകളിലാണ്. നിങ്ങളുടെ MPമാരെ BJP റാഞ്ചി കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഏത് നിമിഷവും BJPയിലേക്ക് പോകാം. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാകില്ല. ചുരുക്കി പറഞ്ഞാൽ BJP അവരുടെ അംഗബലം വളഞ്ഞ വഴിയിൽ കൂടി കൂട്ടാൻ നോക്കുകയാണ്. RJDയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലെങ്കിലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഐക്യജനതാദൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 10 സീറ്റ് പോലും തികച്ചു കിട്ടില്ല എന്ന് നിതീഷിന് നന്നായി അറിയാം. BJPയുടെ ഒപ്പം നിന്നാൽ മാത്രമേ നിതീഷിന് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് നിതീഷ് BJPയുടെ കൈവിട്ട കളികൾ മുഴുവനായി മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രി സ്ഥാനമെന്ന അധികാരത്തിന്മേൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നാണം കെട്ട് ഇരിക്കുന്നത്. സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തി നിതീഷ് നടത്തുന്ന ഈ പേക്കൂത്തുകൾ കണ്ടു നിൽക്കാൻ ശരാശരി ഒരു ബീഹാറുകാരന് കഴിയില്ല എന്നാണ് തേജസ്വി തുറന്നടിച്ചിരിക്കുന്നത്. NDA പിളർന്നേ മതിയാവുകയുള്ളൂ. അതിനുള്ള നാൾവഴികളായി കഴിഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെ 20ഓളം MLAമാർ RJDയിലേക്ക് ചേരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രിസഭ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ RJD തയ്യാറാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് തേജസ്വി പറഞ്ഞിരിക്കുന്നത്. ബീഹാർ നിയമസഭാ സമ്മേളനത്തിൽ ഇനി അതുതന്നെയായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ വൈകാതെ ഉണ്ടാവുക തന്നെ ചെയ്യും. നിതീഷിൻ്റെ വാട്ടർലൂ ആയിരിക്കുമെന്നും തേജസ്വി പ്രഖ്യാപിച്ചിരിക്കുന്നു.